എന്താണ് വിപാസന മെഡിറ്റേഷൻ? ഒത്തിരി പേരുടെ സംശയമാണ്. വിപാസന മെഡിറ്റേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ടു സീ എവറിത്തിങ് വെരി ക്ലിയർലി, അതായത് നമ്മൾ എല്ലാ കാര്യത്തിനെയും നല്ല രീതിയിൽ കാണുക എന്നുള്ളതാണ് ആ മെഡിറ്റേഷൻ്റെ വാക്കുകൊണ്ട് നമ്മൾ അർത്ഥം ആക്കുന്നത്. വാട്ട് ഈസ് പാസ്റ്റ്, ഇറ്റ്സ് ഗോൺ. വാട്ട് ഈസ് ഫ്യൂച്ചർ, ഇറ്റ്സ് നോട്ട് എറ്റ് കം. സോ ലിവ് ഇൻ ദ പ്രസൻറ്റ് എന്നാണ് പറയുന്നത്. അതായത് കഴിഞ്ഞത് കഴിഞ്ഞു, വരാനുള്ളത് ഇതുവരെ വന്നിട്ടുമില്ല. അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഇപ്പോഴത്തെ എന്താണോ പ്രസൻറ്റ് അതിനകത്ത് ജീവിക്കുക എന്ന് പഠിപ്പിക്കുന്നതാണ് വിപാസന മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ. നിങ്ങളെ ആരെങ്കിലും ഒന്ന് ഇൻസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻസൾട്ട് ചെയ്ത വേർഡ്സ് ഇത്ര സമയം കൊണ്ടത് മാഞ്ഞു പോയി കഴിഞ്ഞു, അത് കഴിഞ്ഞു. പക്ഷേ നിങ്ങൾ രാത്രി കിടന്നുറങ്ങുമ്പോഴൊക്കെ ആ ഇൻസൾട്ടിങ് വേർഡ്സ് നിങ്ങളെങ്ങനെ എടുക്കുന്നു എന്നനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനെ നിർണ്ണയിക്കുന്നത്. അപ്പം നമ്മളുടെ ഫ്യൂച്ചറിലുള്ള കാര്യങ്ങൾ നമ്മൾ ഓർത്ത് തല പുകഞ്ഞിട്ടും നമുക്ക് കാര്യമില്ല. അതായത് ഈ വ്യക്തിയെ നാളെ ഞാൻ കാണുമ്പോൾ എന്നൊക്കെ ചിന്തിച്ചാലും നമ്മൾക്ക് കൂടുതൽ ടെൻഷൻ ആവുകയുള്ളൂ. അതേസമയം ആ കഴിഞ്ഞു പോയ സാഹചര്യത്തിനെ വീണ്ടും 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 നമ്മൾ മനസ്സിലിട്ട് വീണ്ടും ഇതാക്കി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് വീണ്ടും മുറിവേൽക്കുകയുള്ളൂ. ഒന്നിൻ്റെ പുറകെ പോവാതിരിക്കുക. ഞാൻ എപ്പോഴും മെഡിറ്റേഷൻ്റെ സമയത്ത് എൻ്റെ സ്റ്റുഡൻസിനോടോ അല്ലെങ്കിൽ ക്ലയൻസിനോടോ പറയുന്ന ഒരു കാര്യം, ബി ദ വാച്ച്മാൻ ഓഫ് യുവർ ഓൺ മൈൻഡ് ഗേറ്റ് എന്നാണ് പറയുക. അപ്പോൾ ഈ വിപാസന മെഡിറ്റേഷൻ കൊണ്ട് എന്താണ് അർത്ഥം വെക്കുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾ റിയാക്റ്റും ചെയ്യരുത്, സപ്രസും ചെയ്യരുത്. ജസ്റ്റ് ഒബ്സർവ് ആൻഡ് ലിവ് ഇൻ ദ പ്രസൻറ്റ്.